എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ മുടിയിൽ ഞാൻ എന്താ തേക്കുന്നതെന്നും എൻ്റെ മുടിയുടെ എങ്ങനെ ഇങ്ങനെ മുടിയായെന്നും എൻ്റെ ഇടയ്ക്ക് വന്ന എൻ്റെ മുടി കൊഴിച്ചിലിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് മുടിക്ക് ഡെലിവറിക്ക് ശേഷം എൻ്റെ മുടിക്കുണ്ടായ മാറ്റങ്ങളെ പറ്റിയാണ്. മുടിയുള്ള ഒരാളായിരുന്നു കേട്ടോ, നല്ല മുടി ഉണ്ടായിരുന്നു, ഉള്ളൊരു മുടിയുള്ള ഒരാളായിരുന്നു. ഇതുമല്ല, ഇതിൽ കൂടുതൽ മുടിയുള്ള ഒരാളായിരുന്നു കല്യാണത്തിന് മുന്നേ അല്ല. ഇപ്പം ആയതാണ്. ഇപ്പം മുടി നല്ലതായിട്ട് കൊഴിഞ്ഞു. അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഉണ്ടായ മാറ്റങ്ങളും അനുഭവങ്ങളും എല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ ഇപ്പം അമ്മയോട് ഞാനിങ്ങനെ പറയുന്ന സമയത്താണ് അമ്മ പറഞ്ഞു, എന്നാൽ അമ്മ ഒരു എണ്ണ കാച്ചി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്ന എണ്ണ ഉപയോഗിച്ചാണ് മുടി ഇപ്പം വീണ്ടും ഞാൻ പഴയ പോലെ ആക്കിയെടുത്തത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആ എണ്ണ നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരാം. ഇത് അമ്മയാണ് ഉണ്ടാക്കുന്നത്, ഞാനല്ല. അപ്പം എനിക്കിതിൻ്റെ ഒന്നും അറിയത്തില്ല. അപ്പം നമുക്ക് അമ്മ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണാം. ഇപ്പം അമ്മ അവിടെ അതിൻ്റെ പ്രിപ്പറേഷനെല്ലാം ആക്കി വെച്ചോണ്ടിരിക്കും. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നമുക്ക് എങ്ങനെ അത് ചെയ്യുന്നതെന്നൊക്കെ ചെയ്ത് നോക്കാം. അപ്പം അമ്മ ഇതെല്ലാം എടുത്ത് വെച്ചോണ്ടിരിക്കുക, വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുക. എന്തൊക്കെയാന്ന് വെച്ചാൽ പറഞ്ഞ അമ്മ പറഞ്ഞു. 5 നെല്ലിക്ക, 1 പിടി കയ്യൂന്നി, 1 പിടി കയ്യൂന്നി, 5 നെല്ലിക്ക. ഇത് അമ്മ നേരത്തെ ചെയ്തിട്ടുണ്ട്, എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് ആദ്യമായിട്ട് നെല്ലിക്ക, പച്ചനെല്ലിക്ക ചതയ്ക്കുകയാണ്. നേരെ അതിട്ടങ്ങ് ചതച്ചാൽ മതിയില്ലേ? ചതച്ച് ഇതിന്റെ നീരെടുക്കണം. അത് അമ്മ അതിന്റെ നീരെടുത്തോണ്ടിരിക്കുക. നമുക്ക് നോക്കാം ഇതെങ്ങനെ. ഞാൻ നേരത്തെ തേച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ എണ്ണ തീർന്ന അന്നേരം ഒന്നുകൂടെ തീർന്നപ്പോ ഒന്നുകൂടെ ചെയ്യുമോ. അതൊരു പാട്ടം. അതെന്ത് വിട്ടാ ടൂണ് നല്ല നീരുള്ള കണ്ട, അതിന് പ്രത്യേക തരം ഒരു താളം വരുന്നുണ്ട് ഇടിക്കുന്നതിന്. ചതഞ്ഞ് നല്ലപോലെ ചതഞ്ഞെങ്കിലേ ഇതിനാവശ്യമായ നീര് നമുക്ക് കിട്ടത്തുള്ളൂ. അടുത്ത എന്താ എടുക്കാൻ പോകുന്ന? അടുത്തത് കയ്യൂന്നി ചതയ്ക്കുകയാണ്. ഇത് നമ്മുടെ സാധാ പറമ്പുകളിലൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ പുറത്തെങ്ങും പോകേണ്ട ആവശ്യമില്ല, അങ്ങാടിക്കടയിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല, പറമ്പിലെല്ലാം കിട്ടും. ഇത് മുടി ആവശ്യമുള്ളവർക്ക്, വളരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ചെറിയ രീതിയിലായാലും ചെലവില്ലാതെ ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. ഇതെങ്ങനെ എടുക്കണ്ട? എത്ര? അത് 5 നെല്ലിക്കയ്ക്ക് 1 പിടി ആണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത്. 1 പിടി കയ്യൂന്നി. നെല്ലിക്കയുടെ നീരാണ്. അപ്പൊ എല്ലാം ഊറ്റി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ നാണ്ട ബാക്കി ഇതാണ്ട് കാണാൻ പറ്റുമോ? എല്ലാം നീരെടുത്തതിന് ശേഷം പിന്നെ ഇത്ര ചണ്ടിയുണ്ട്. ഞാൻ അതുപോലെ തന്നെ എന്റെ പേര് കയ്യൂന്നി അതുപോലെ ഇടിച്ച് പിഴിഞ്ഞ് എന്റെ നീരെല്ലാം എടുത്ത് നമ്മളതിലോ ചെയ്യാൻ പറ്റുക. ഇനി നമ്മള് 50 ഗ്രാം വെളിച്ചെണ്ണ. ഇത്രയും ഒരു 50 ഗ്രാം വെളിച്ചെണ്ണയ്ക്കകത്താണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ആണെന്ന് തുടങ്ങി നെല്ലിക്കയുടെ നീര് ഒഴിക്കണം. നെല്ലിക്കയുടെ നീര് ഒഴിച്ച് അപ്പൊ അത് പൊട്ടിത്തെറിക്കത്തില്ലേ? തെറിക്കോ? ഞാൻ മാറണം. നീര് വെള്ളം പറ്റുവാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഈ മരുമാല ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ കാച്ചി കൊടുത്തിട്ടുണ്ട്. അത് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. കഷണ്ടി വരെ തെളിഞ്ഞു തുടങ്ങിയതായിരുന്നു. പക്ഷെ ഈ എണ്ണ തേക്കാൻ തുടങ്ങിയപ്പോൾ മുടി കൊഴിച്ചിലും കഴിഞ്ഞു, മുടി കിളിക്കാനും തുടങ്ങി. ഇതെങ്ങനെ അറിയാൻ പറ്റിയതായെന്ന്? ഇത് എണ്ണ ചതി ചുമന്ന് വരും. ഇളക്കിക്കൊണ്ടിരിക്കണോ? അത് ഇളക്കിക്കൊണ്ടിരിക്കണം. വലിയ താമസമൊന്നുമില്ല, നിഷ്പ്രയാസം. ഇത് നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഇതെന്തായെന്ന് നോക്കാം. വെള്ളം പറ്റണ്ടേ? വെള്ളം പറ്റുന്നില്ലേ? നീര് ഒരുപാടുള്ള ഇപ്പൊ വേണ്ട അതിന്റെ ഇത് ചുമന്ന് വന്നില്ലേ? വെള്ളം പറ്റി. നമ്മള് ഈ മറ്റേ കയ്യൂന്നിയുടെ നീരൂടെ ഒഴിച്ചു കൊടുത്തില്ലേ? ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? ഇനി ആറുമ്പോൾ നമ്മൾ കുപ്പിയിൽ ഒഴിച്ചു വെക്കണം. ഇതിനെ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് ഉപയോഗിച്ചാൽ മതി. എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് തണുക്കണം. തണുത്തിട്ട് നമ്മള് പിന്നെ കുപ്പിയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി. എന്റെ മുടി കൊഴിച്ചിൽ നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കയറിയതായിരുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ മുടി നന്നായിട്ട് കിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ നേരത്തെ ഉപയോഗിച്ചോണ്ടിരുന്നതായിരുന്നു. നല്ല മാറ്റമുണ്ട്. എന്തായാലും ഞാൻ ഇത് ഇട്ടിട്ട് ഞാൻ എന്റെ റിസൾട്ട് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ തണുക്കാൻ വെക്കുക. തണുക്കാൻ വെച്ചിട്ട് കുപ്പിയിൽ ഒഴിച്ച് വെക്കണം. എന്നിട്ട് ഞാൻ തേച്ച് കാണിക്കാം. അപ്പൊ എന്തായാലും അത് തണുക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. മുടിയിൽ പണ്ട് ഞാൻ എണ്ണയൊന്നും ഞാൻ തേച്ചിട്ടൊന്നുമില്ല. മറ്റെണ്ണകളൊന്നും തേച്ചിട്ടില്ല. ഇത് എനിക്ക് അമ്മയ്ക്ക് ഒക്കെ പാരമ്പര്യമായിട്ട് മുടി ഉള്ളതായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള മുടിയായത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എണ്ണയൊന്നും തേച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ എനിക്ക് നല്ല എന്ന് വെച്ചാൽ പ്രസവ ശേഷമൊക്കെ ആയപ്പോഴത്തേനും ആദ്യത്തെ ആൾക്ക് ഇത്രയും മുടി കൊഴിച്ചിലൊന്നുമില്ല. രണ്ടാമത്തെ ആളുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നന്നായിട്ട് മുടി കൊഴിയാൻ തുടങ്ങി. മുടി കൊഴിയാന്ന് വെച്ചാൽ ഊരി പോവായിരുന്നു നന്നായിട്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് തന്നെ സ്കാൽപ്പിൽ നിന്ന് തന്നെ അങ്ങ് ഊരി പോവുമായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. ആ മുടി ഊരി പോകുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അത് ഒട്ടും ഇല്ലാതായി. അപ്പൊ ഈ എണ്ണ തേച്ചപ്പം നല്ല മാറ്റം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ എണ്ണ തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ തേക്കാനുള്ള ആവശ്യത്തിന് ഇപ്പൊ എടുത്തേക്കുക. അപ്പൊ ഞാൻ തേച്ച് കാണിക്കുക എങ്ങനെ തേക്കുന്നതെന്ന്. തലയോട്ടിൽ നമ്മൾ തലയിൽ നല്ലതായിട്ട് തേച്ച് മസാജ് ചെയ്യണം. അപ്പൊ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എങ്ങനെ തേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല ആ കയ്യൂണിയുടെയും നെല്ലിക്കയുടെ ഒക്കെ ആ ഒരു മൂത്ത മണം, നല്ല മണം. അതുകൊണ്ട് നല്ല നമുക്ക് സ്മെല്ല് അങ്ങനൊന്നുമല്ല, നല്ലൊരു മണം. നമ്മളിങ്ങനെ എടുത്തിട്ട് നല്ല മണമുണ്ട് കേട്ടോ. സ്കാൽപ്പിലായിട്ട് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് നമ്മളിങ്ങനെ കുളിക്കുന്നതിന് മുന്നേ വേണം ഇങ്ങനെ ചെയ്യാൻ. നോർമൽ വെള്ളത്തിലെങ്കിൽ കഴുകിയാൽ മതി. തല വാഷ് ചെയ്യുന്നതിനെന്ന് വെച്ചാൽ അങ്ങനെ കഴിയാം. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. ഞാൻ അങ്ങനെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അമ്മ എന്നും നമുക്ക് ഇങ്ങനെ എണ്ണ ഇട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പം ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്താൽ മതി. നന്നായിട്ട് തേച്ച് മസാജ് ചെയ്തിരിക്കണം. നമ്മള് ഒരിക്കലും മുടിയുടെ തുമ്പത്തല്ല നമ്മള് ചെയ്യേണ്ട. പിന്നെ തുമ്പത്ത് നമ്മൾ തേച്ച് കൊടുക്കും, ബാക്കി വരുന്നത് തേച്ച് കൊടുക്കും. ഒരിക്കലും തുമ്പത്തല്ല തേക്കണം. നമ്മുടെ സ്കാൽപ്പിലാണ് എപ്പോഴും എണ്ണ തേച്ച് കൊടുക്കേണ്ടത്. ഏതൊരു എണ്ണയായാലും നമ്മള് സ്കാൽപ്പിലാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അവിടെ നിന്നല്ലേ നമുക്ക് മുടി വളരുന്നത്. എല്ലാവരും വിചാരം അറ്റത്തുനിന്നായിരിക്കും. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് നീളം വയ്ക്കുന്ന അറ്റത്തുനിന്നായിരിക്കുന്നത്. പക്ഷെ അല്ല, ഇവിടെ നിന്നാണ് നമുക്ക് മുടി വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് നന്നായി തേച്ച് മസാജ് ചെയ്ത് വെക്കുക.
തേച്ച് ബാക്കി വരുന്നത് നമ്മുടെ കയ്യിൽ ബാലൻസ് വരുന്നത് നമ്മൾ അറ്റത്തോട്ട് തേച്ച് കൊടുക്കണം. അപ്പം നമുക്ക് തുമ്പിങ്ങനെ വെടിച്ച് കീറത്തൊന്നുമില്ല. തുമ്പത്തിങ്ങനെ തേച്ച് കൊടുക്കണം. ബാക്കി വരുന്നത് ഇങ്ങനെ ഇങ്ങോട്ടൊന്നും അധികം തേക്കേണ്ടായിരുന്നില്ല. നമ്മുടെ സ്കാൽപ്പിനാണ് നമ്മൾ നല്ല എണ്ണ തേച്ച് കൊടുക്കുന്നത്. നമ്മൾ തേച്ച് വെച്ചു. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന് ശേഷം നമ്മൾ പോയി കുളിച്ചാൽ മതി. ഒരു 15 മിനിറ്റ് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മൾ കുളിക്കുന്നതിന് 15 മിനിറ്റിന് മുന്നേ നമ്മളെല്ലാം തേച്ച് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ കുളിച്ചാൽ മതി. അപ്പോൾ ഇതേക്കുള്ള എൻ്റെ വീഡിയോ. എന്തായാലും അമ്മ ചെയ്ത് തന്ന നല്ലൊരു എണ്ണ കാരണം എനിക്ക് എന്തായാലും എൻ്റെ പ്രശ്നം മാറിക്കിട്ടി, മുടി കൊഴിച്ചിൽ മാറിക്കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ കാണാത്തവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിലാണ് ഞങ്ങളുടെ ഒരു സന്തോഷം, ഞങ്ങളുടെ ആവേശം. നമുക്ക് മുന്നോട്ട് ഇനി വീഡിയോസൊക്കെ ചെയ്യണമെന്നൊരു ഊർജ്ജം കിട്ടണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും വേണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.